Hi friends, welcome back to Click and Cook Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഡൈനാമൈറ്റ് പ്രോൺസ് ആണ്. ഇതൊരു ജാപ്പനീസ് ഡിഷാണ്. പക്ഷെ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയ ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ വേർഷൻ ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു 200 ഗ്രാം നല്ല വലിയ ചെമ്മീന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കോൺഫ്ലോറും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോട്ടിംഗ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് കോട്ടിംഗ് സോസ് റെഡിയാക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പോളം മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോട്ടിംഗ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീന് ഈ ഫ്ലോർ മിക്സ്ചറിൻ്റെ ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പ്രോൺസായിട്ട് ഫ്രൈ ചെയ്യാനിടാം. 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ. ഇതുപോലെ ബാക്കി ചെമ്മീനും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് കോട്ടിംഗ് സോസിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തത് ഒരു ചെറിയ ബൗളായിപ്പോൾ അതുകൊണ്ട് 1 by 1 ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു വലിയ ബൗൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരുമിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് കസൂരി മേത്തി ലീവ്സ് അല്ലെങ്കിൽ കൊറിയാൻഡർ ലീവ്സ് അതും അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻസ് നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡൈനാമൈറ്റ് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ക്രിസ്പിനെസ്സും സ്പൈസിനെസ്സും അതേപോലെ മയോണൈസ് സോസിൻ്റെ ഫ്ലേവറും കൂടി മിക്സ് ആയി വരുമ്പോൾ ആ ഒരു ടേസ്റ്റും നല്ല അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്.
നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.